ഷാഫി പറമ്പിലിനും രാഹുലിനുമെതിരെ ആരോപണം ഉന്നയിച്ച എം.എ. ഷഹനാസിനെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. സാംസ്കാരിക സാഹിതി കോഴിക്കോട് ജില്ലാ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് പുറത്താക്കിയിരിക്കുന്നത്. സാംസ്കാരിക സാഹിതി സംസ്ഥാന സെക്രട്ടറിയാണ് എം.എ. ഷഹനാസ്. ഷബീർ ഒമർ ചേരുന്നു. ഷബീർ, ഇന്നലെയാണ് ഷാഫി പറമ്പിലിനെതിരെ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നോടും മോശമായി സംസാരിച്ചു എന്ന് പറഞ്ഞൊരു പരാതി ഷാഫി പറമ്പിലിനെ നേരത്തെ അറിയിച്ചിരുന്നു. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി രാഹുൽ മാങ്കൂട്ടത്തിലിനെ തെരഞ്ഞെടുക്കുന്നതിന് മുൻപ് അങ്ങനെ ഒരാളെ നിർത്തരുത്, കാരണം ഇവിടുത്തെ യുവതികൾക്ക്, പ്രത്യേകിച്ച് ഈ കോൺഗ്രസുമായിട്ട് അനുഭവമുള്ള ആളുകൾക്കൊന്നും ഇതിൽ പ്രവർത്തിക്കാൻ സാഹചര്യം ഉണ്ടാകില്ല, അത്രയും ഉപദ്രവകാരിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള രീതിയിൽ ഷാഫി പറമ്പിലിനെ അറിയിച്ചിരുന്നു. പക്ഷേ ഷാഫി പറമ്പിൽ അത് ഗൗനിച്ചില്ല. മാത്രവുമല്ല, അയാളെ പിടിച്ച് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാക്കുകയും ചെയ്തു എന്നുള്ള ഗുരുതരമായ ആരോപണമായിരുന്നു. അതിന് അവർക്കെതിരെ ആ ആരോപണവും പരാതിയും പറഞ്ഞതിനാണോ ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത് കോൺഗ്രസ്? അതന്നെ ഔദ്യോഗികമായൊരു നടപടിയല്ല എടുത്തിരിക്കുന്നത്. സംസ്കാര സാഹിതിയുടെ കോഴിക്കോട് ജില്ലാ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന്, ആ വാട്സാപ്പ് ഗ്രൂപ്പിലെ അഡ്മിന്മാരിൽ ഒരാൾ ഈ ഷഹനാസിനെ, എം.എ. ഷഹനാസിനെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് ഈ പറഞ്ഞതുപോലെ തന്നെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ ഗുരുതരമായ ചില ആരോപണങ്ങൾ എം.എ. ഷഹനാസ് ഉന്നയിച്ചിരുന്നു. ഷാഫി പറമ്പിലിനും ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനുമെതിരെയായിരുന്നു സംസ്കാര സാഹിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ എം.എ. ഷഹനാസ് ഇന്നലെ ആരോപണം ഉന്നയിച്ചത്. ഇതിന് പിന്നാലെയാണ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഇവരെ പുറത്താക്കിയത്. അത് ഔദ്യോഗികമായ ഒരു നടപടിയിലേക്ക് കോൺഗ്രസ് കടന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ അഡ്മിന്മാരിൽ ഒരാൾ പുറത്താക്കിയതാണ്. പക്ഷേ എം.എ. ഷഹനാസ് അനൌദ്യോഗികമായി ആരോപണം ഉന്നയിക്കുന്നത് ഇത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ്, കോഴിക്കോട്ടെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് തന്നെ ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയതെന്നാണ് എം.എ. ഷഹനാസ് ഉന്നയിക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം, അവരുടെ പ്രതികരണം വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നോടും മോശമായി പെരുമാറി, ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തെ ആ സ്ഥാനത്തിരുത്തരുത് എന്ന് കോൺഗ്രസ് നേതാവായിട്ടുള്ള അന്നത്തെ എം.എൽ.എ. ആയിരുന്ന ഷാഫി പറമ്പിലിനോട് താൻ പറഞ്ഞു. പക്ഷേ ഷാഫി പറമ്പിലിന്റെ ഭാഗത്തു നിന്നൊരു പ്രതികരണവും ഉണ്ടായില്ല. ഷാഫി പറമ്പിലിനോട് ഒരുപാട് സ്ത്രീകൾക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്ത്രീകൾക്ക് ഈ പാർട്ടിയിൽ, ഈ സംഘടനയിൽ പ്രവർത്തിക്കാൻ കഴിയില്ല എന്നും താൻ അറിയിച്ചിരുന്നു. പക്ഷേ ഷാഫി പറമ്പിലിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണമൊന്നും ഉണ്ടായില്ല. ഷാഫി പറമ്പിൽ മുൻകൈയെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാക്കുകയാണ് ചെയ്തത് എന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് എം.എ. ഷഹനാസ് ഉന്നയിച്ചത്. അതുമായി ബന്ധപ്പെട്ട് ഇതുവരേക്കും ഷാഫി പറമ്പിലിന്റെ പ്രതികരണം വന്നിട്ടില്ല. ഇത് ഷാഫി പറമ്പിൽ നിഷേധിക്കുകയാണെങ്കിൽ തന്റെ പക്കൽ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഉണ്ട് എന്നുകൂടി എം.എ. ഷഹനാസ് കൂട്ടിച്ചേർത്തിരുന്നു. എന്തായാലും ഇപ്പോൾ അവരെ സംസ്കാര സാഹിതിയുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഔദ്യോഗികമായി മറ്റ് നടപടികൾ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അവരുടെ പ്രതികരണവും അല്പസമയത്തിനകം ലഭിക്കും തന്നെയാണ്. ശരി ഷബീർ.